ഹലോ ഫ്രണ്ട്സ്, സമ്മറായ പിന്നെ വണ്ടിയിൽ നിന്ന് ചന്തി താഴെ വെക്കുകയല്ലോ കേട്ടോ. ഇനി ഇറങ്ങണമെങ്കിൽ വിൻ്ററാണ്. തിര ഒഴിഞ്ഞിട്ട് കടലിൽ നിന്നാൽ കിടക്കും. നമ്മുടെ തിരക്ക് ഒഴിഞ്ഞിട്ട് വല്ലതും നടക്കുമോ അല്ലേ? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ പോകുന്ന 45 മിനിറ്റ്സ് നമ്മുടെ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് അല്ല ലാർക്കാളിലേക്കാണ്. അവിടെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം. അപ്പോൾ പിന്നെ അങ്ങോട്ട് വിടും. നോക്കിയേ, ആകാശമൊക്കെ നീല സാരി ഉടുത്ത് കുണുങ്ങി കുണുങ്ങി നിൽക്കുകയാണ്. രണ്ട് സൈഡിലെയും ഇലകൾക്ക് പോലും, റോഡിൻ്റെ സൈഡിലുള്ള ഇലകൾക്കൊക്കെ എന്നാ പച്ചപ്പല്ലേ. അങ്ങനെ നമ്മളൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മളവിടെ കാസിൽ ബാങ്ക് ലേബറത്തിൽ 45 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തപ്പോൾ അവിടെ എത്തിപ്പെട്ടു. ഓക്കെ, അങ്ങോട്ട് ചെന്ന് ഇറങ്ങിയ ഉടനെ ഒരു കുഞ്ഞു പാർക്ക്, ഈ വഴക്കും പടയൊക്കെ ഉള്ള പിള്ളേരെ നമുക്ക് അവിടെ മാനേജ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് പോവുക. രണ്ട് വശത്ത് ഇടതൂർന്ന മരങ്ങളാണ് കേട്ടോ. ഇല കണ്ടോ നിറഞ്ഞു നിൽക്കുകയാണ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള പക്ഷികളുടെ പാട്ടും പിന്നെ ചെറിയ കാറ്റും എല്ലാം കൂടെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് താഴോട്ട്. ഇതെല്ലാം ആസ്വദിച്ച പിന്നെ പൂക്കളോ രണ്ട് സൈഡിലും എന്ത് പൂവാന്ന് നോക്കിക്കേ. ഈ യൂറോപ്യൻ കൺട്രിയിൽ സമ്മർ സീസണിൽ സൂര്യൻ അസ്തമിക്കത്തേ ഇല്ലെന്ന് പറഞ്ഞാൽ സത്യമായി. ഇപ്പോൾ 9:30 രാത്രിയാവുന്നത്. ഇതുകൊണ്ട് ഇതൊരു കാസിലാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കാസിലൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് 16 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് റോസ് ഗാർഡനിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ ചെടികളുടെ ഒരു കമനീയ ശേഖരം തന്നെയാണ്. അയ്യോ, എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ. കൊഴുപ്പൂഞ്ചിരി അല്ലേ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാം കണ്ടും കേട്ടും അതിൽ നടക്കുകയാണ് കേട്ടോ. കണ്ട കാടും പടലും എല്ലാം അവിടെയുണ്ട്. എന്നാലും അതിനെല്ലാം ഭയങ്കര ഭംഗി. ഇത് കേട്ടോ, ഓർക്കിഡ്. ആഹാ, ഇതൊക്കെ ആസ്വദിച്ചില്ലേ? ഇങ്ങനെയാണ്. ഞങ്ങളാണ് നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയുടെ വിട്ട് ഓട്ടണം. 4:40 5-ന് കടയെ അടച്ച് ചേട്ടന്മാരും ചേച്ചിമാരും വീട്ടിൽ പോകും. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ കേക്കിന് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അതൊന്ന് നമുക്ക് നോക്കണ്ടേ. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദുബായ് എയർപോർട്ടിൽ കൂടെ നടക്കുന്നില്ല. അവിടെ കണ്ടു അല്ലേ സൈന. ഇനി അത് നോക്കി പോകാം. പക്ഷേ എത്ര നടന്നിട്ടും അങ്ങ് ചെല്ലുന്നില്ല. രണ്ട് സൈഡിലും കുപ്പിയും ഗ്ലാസും മേശയും കസേരയൊക്കെ ഉണ്ട്. തുണികളും മാല കമ്മൽ എന്ന് വേണ്ട എല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അതൊക്കെ നോക്കിയും കണ്ടു ഓട്ടട ഇതുവരെ നമ്മൾ ചെന്നില്ല. ഇതാണ്ടേ എത്തപ്പെട്ടു. ഒരു ഈച്ച പോലും അതിനകത്തില്ല. ചോദിച്ചു നോക്കാം, ചിലപ്പോൾ കിട്ടില്ല. ഏതായാലും നമുക്കെല്ലാം തന്നു. അവർക്ക് മനസ്സിലായി നമുക്ക് വിശന്ന് ഓടിച്ചെന്നതാന്ന്. ഏതായാലും നമുക്ക് കിട്ടി. തിരിച്ചു പോരുമ്പം കണ്ടോ, കുപ്പിയൊക്കെ അവിടെ ഉണ്ട്. ഒരെണ്ണം മേടിച്ച് കഷത്തി വെച്ചോ കേട്ടോ. കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കുഞ്ഞു കൂടോ ഒക്കെ മേടിച്ചോളി. ഇത് കണ്ടോ ഊഞ്ഞാല. അപ്പോൾ കഷത്തിലിരിക്കുന്ന കുപ്പിയിലെ കൂടി 2 അടിച്ചേച്ച് ഗാർഡനിൽ ഈ ഊഞ്ഞാലയിലിരിക്കുക. അപ്പോഴേ നിങ്ങളിതെല്ലാം കണ്ടേച്ചങ്ങ് പോവുകയാണോ? ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റുമായിട്ട് നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒന്ന് ഷെയർ